ഐഡന്റിറ്റി എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ സിനിമ കണ്ടിട്ടില്ലാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയിലെ നായകനായ ടോവിനോ അവതരിപ്പിച്ച ഹരൺ ശങ്കർ എന്ന കഥാപാത്രം ഒബ്സസീവ്ലി പെർഫെക്ഷനിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. ഈ സീനിൽ അജു വർഗീസിന്റെ ഫ്ളാറ്റിൽ സ്കൂട്ടി മോഷ്ടിച്ചുകൊണ്ടുപോയ ആളുടെ രേഖാചിത്രം വരയ്ക്കുമ്പോൾ ആ പടം തെറ്റാണെന്ന് പറഞ്ഞ് അവിടെ മേശയിലിരുന്ന് ബുക്കും പേപ്പറും എടുത്ത് ഹരൺ പെൻസിൽ കൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഡയലോഗ് പറയുന്നതിനിടയിൽ ആ ബുക്കും പേപ്പറും സ്കെച്ച് പെൻസിലും മേശയിലെ സാധനങ്ങളും ഓർഡറിന് അടുക്കി വെക്കുന്നതായി കാണാം. ഇയാൾ കാണിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഇവൻ തലവിളിക്ക് സമ്മതിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് ഹരൺ ഒരു സ്കെച്ച് ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു സ്കൈ മാർഷൽ കൂടിയാണ് എന്നുള്ള കാര്യം റിവീൽ ചെയ്യുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഹരന്റെ ഫ്ലാറ്റ് കാണിക്കുമ്പോൾ ഈ കാര്യം ഡീറ്റെയിൽ ചെയ്യാനായി അവിടെ ഷോക്കേസിൽ ഒരു ഫ്ലൈറ്റിന്റെ ഷോ പീസ് വെച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ അവരുടെ ഫ്ലാറ്റിൽ ഹരൺ വരച്ച സഹോദരിമാരുടെയും അമ്മയുടെയും ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ചിത്രത്തിൽ പൂച്ചയെ ഉപയോഗിച്ച് ഒരു സിഗ്നൽ ജാമർ വഴി അലീഷയുടെ ഫോണിന്റെ സിഗ്നൽ ഹരൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ ജാമർ ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ ഹരന്റെ ഫോണിലെ സിഗ്നൽ കട്ടാക്കി ജാമർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. തൃഷയുടെ കഥാപാത്രമായ അലീഷ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ്. അവരുടെ ഫോൺ കാണിക്കുമ്പോൾ കോണ്ടാക്ട്സിൽ അലൻ സാർ എന്നും കൂടെയുള്ള കോൺസ്റ്റബിളിന്റെ പേര് കോൺസ്റ്റബിൾ മേഴ്സി എന്നും സേവ് ചെയ്തിരിക്കുന്നതായി കാണാം. അതുപോലെ ആൽവിൻ റോയിറ്റേഴ്സ് എന്നൊരു കോണ്ടാക്ട്സും കാണാം. റോയിറ്റേഴ്സ് എന്ന ന്യൂസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ആളുടെ ഈ കോണ്ടാക്ട് നെയിം കൊടുത്തുകൊണ്ട് അലീഷയുടെ ജേർണലിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. റേപ്പ് വിക്ടിമായ തന്റെ സഹോദരി നീരുവിന് ഹരൺ ഒരു ബുക്ക് വായിക്കാൻ കൊടുക്കുന്നുണ്ട്. ലിനോർ അബർഗിൽ എന്ന പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു ബുക്കായിരുന്നു അത്. റേപ്പ് ചെയ്യപ്പെട്ടിട്ടും അവർ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന് മിസ്വേൾഡ് ആയ കാര്യം ഹരൺ നീരുവിനോട് പറയുന്നുണ്ട്. ഈ ലിനോർ അബർഗലിന്റെ ബുക്കിനെ കുറിച്ച് പറയുന്ന സീൻ സിനിമയുടെ പകുതി ആവുമ്പോഴാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ നീരുവിന്റെ റൂം കാണിക്കുമ്പോൾ ആ ബുക്കും കാണിക്കുന്നുണ്ട്. ആ ബുക്കിന് താഴെ മറ്റൊരു ബുക്ക് ഇരിക്കുന്നതായും കാണാം. ആൻഡ്രേ നോർട്ടൺ എഴുതിയ സെന്റ് ഓഫ് മാജിക് എന്ന ബുക്കാണത്. ഓർഫനായ ഒരു പെൺകുട്ടി അവൾക്ക് സ്വന്തമായി ചില കഴിവുകൾ ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയുന്നതിനെ കുറിച്ചുള്ള ഒരു നോവലാണത്. നീരുവിനെ ആ ട്രോമയിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ബുക്കുകൾ ഹരൺ വായിക്കാൻ കൊടുക്കുന്നത്. തന്റെ സഹോദരിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ടാണ് ആ അപ്പാർട്ട്മെന്റിലെ പെൺകുട്ടികൾക്ക് സെൽഫ് ഡിഫൻസ് മാർഷൽ ആർട്സ് ക്ലാസുകൾ ഹരൺ എടുക്കുന്നത്. സിനിമയിൽ ജാദവി മെമ്മോറിയൽ എന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഷമ്മി തിലകന്റെ കഥാപാത്രം അലീഷയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താൻ തേടി നടക്കുന്ന ആൾ ഹരൺ തന്നെയാണ് എന്ന് അലൻ മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് ആ കാര്യം ഡിവൈഎസ്പിയെ വിളിച്ച് അറിയിച്ച ശേഷം അങ്ങോട്ട് വരാൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അജു വർഗീസിന്റെ കഥാപാത്രം അവിടെ എത്തുമ്പോൾ സക്കീനയുടെയും അൻസാരിയുടെയും ഫാദറായ അമീർ അലി വന്ന് സ്വയം കീഴടങ്ങുന്നുണ്ട്. ഇയാൾ എങ്ങനെ കറക്റ്റായി പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ വന്ന് കീഴടങ്ങി എന്ന് പലർക്കും ഡൗട്ടുണ്ടാവും. അലന് തന്നെ ഡൗട്ടുണ്ട്. പിടിക്കപ്പെടും എന്ന് ഉറപ്പായ മൊമെന്റിൽ അലൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറകിൽ ഹരൺ ഫോൺ എടുത്ത് അമീർ അലിക്ക് മെസ്സേജ് ചെയ്യുന്നതായി കാണിച്ച് ഡയറക്ടേഴ്സ് അത് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഹരന്റെ അമ്മയുടെ മെഡിക്കൽ കണ്ടീഷൻ ഹെമി പാരസിസ് ആണെന്ന് പറയുന്നുണ്ട്. ബോഡിയുടെ ഒരു സൈഡ് പാരലൈസ്ഡ് ആവുന്ന അവസ്ഥയാണിത്. ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് പാരലൈസ്ഡ് ആയ അവരെ പിന്നീട് ഒരു സീനിൽ കാണിക്കുമ്പോൾ ഫേസിന്റെ റൈറ്റ് സൈഡ് മാത്രം മൂവ് ചെയ്താണ് സംസാരിക്കുന്നത്. ഈ സിനിമയ്ക്ക് 2 ഡയറക്ടേഴ്സാണുള്ളത്, അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. ക്ലൈമാക്സിലെ ഫ്ലൈറ്റ് യാത്രയിൽ യാത്രക്കാരായി അഖിൽ പോളിനെയും അനസ് ഖാനെയും കാണാം. ഈ സിനിമയുടെ കഥ സെക്കൻഡ് ഹാഫിൽ കോംപ്ലിക്കേറ്റഡ് ആയി ഫീൽ ചെയ്തവർക്കായി സിനിമയുടെ കഥ ചുരുക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിനിമയിലെ 3 കേന്ദ്ര കഥാപാത്രങ്ങളാണ് ടോവിനോ, തൃഷ, വിനയ് റായ് എന്നിവർ അവതരിപ്പിച്ച ഹരൺ ശങ്കർ, അലീഷ, അലൻ ജേക്കബ്. ഈ 3 കഥാപാത്രങ്ങളെയും കണക്ട് ചെയ്യുന്ന കഥാപാത്രമാണ് അമർ ഫെലിക്സ്. അമർ ഫെലിക്സ് എന്ന കഥാപാത്രം പെൺകുട്ടികളുടെ ട്രയൽ റൂം വീഡിയോസ് എടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്ന ഒരാളാണ്. ഇയാൾ പല പെൺകുട്ടികളെയും റേപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി അമർ ഫെലിക്സ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ് നകുൽ സച്ദേവ്. നകുൽ അമർ ഫെലിക്സിന്റെ ശല്യം സഹിക്കാതെ ആയപ്പോൾ അമർ ഫെലിക്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ജേർണലിസ്റ്റായ അലീഷയോട് പറയുന്നു. എന്നാൽ ഇതൊക്കെ ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്യണമെങ്കിൽ സോഴ്സ് വെളിപ്പെടുത്തണം എന്ന അലീഷയുടെ ബോസായ ശ്രീ പറഞ്ഞ കാര്യം നകുലിനോട് പറയുമ്പോൾ നകുൽ തെളിവായി ഒരു ഓഡിയോ അലീഷയ്ക്ക് കൈമാറുന്നുണ്ട്. കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയ അലീഷ ഈ കാര്യം പോലീസിൽ പറയാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഈ വിവരങ്ങൾ അലീഷ ചെന്ന് പറഞ്ഞത് സിനിമയിലെ വില്ലനായ അലൻ ജേക്കബിന്റെ അടുത്താണ്. ആ സമയം അലൻ ജേക്കബ് പോലീസ് ക്രൈം യൂണിറ്റിലെ ഒരു പോലീസുകാരനായി വർക്ക് ചെയ്യുകയായിരുന്നു. അതിനു മുമ്പ് അലൻ ജേക്കബ് വർക്ക് ചെയ്തിരുന്നത് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെൽ ഓഫീസറായിട്ടായിരുന്നു. ആ ജോലി അയാൾ ഒരു ബിസിനസ് ആയിട്ടാണ് കണ്ടിരുന്നത്. വിറ്റ്നസസിന്റെ ഐഡന്റിറ്റി അയാൾ സുപ്രിയ ഗോപാൽ എന്ന ഒരു സ്ത്രീ വഴി വിലപേശി വിൽക്കാൻ തുടങ്ങി. എന്നാൽ ചിത്രമാൾ എന്ന സാക്ഷിയുടെ വിവരങ്ങൾ അലൻ ജേക്കബ് ചോർത്തി കൊടുത്തപ്പോൾ അവർക്ക് നേരെ വധശ്രമമുണ്ടായി. ചിത്രമാളിന്റെ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ അലൻ ജേക്കബിനെ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സെല്ലിൽ നിന്നും ബാംഗ്ലൂർ പോലീസിലെ ക്രൈം യൂണിറ്റിലെ ഒരു ഡെസ്ക്ടോപ്പ് ജോബിലേക്ക് മാറ്റി. തുടർന്ന് ചിത്രമാളിനെ കൊല്ലാൻ നോക്കിയ ചിന്നപ്പ എന്ന ആൾ അലനെ ഭീഷണിപ്പെടുത്തുകയും സകല ഡീറ്റെയിൽസും പുറത്തുവിടുമെന്ന് പറയുകയും ചെയ്യുന്നു. ചിത്രമാളിനെ കൊല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന അവസ്ഥയിലായി അലൻ ജേക്കബ്. ഇതിനായി ചിത്രമാളിനെ സാക്ഷി പറയാൻ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റിൽ വെച്ച് കൊല്ലാൻ അലൻ തീരുമാനിക്കുന്നു. ആ ഫ്ലൈറ്റിൽ ആക്സസ് ഉള്ള 2 പേരെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ക്ലോസ് റിലേറ്റീവ്സ് ആയ 2 പെൺകുട്ടികളെ അമർ ഫെലിക്സിനെ കൊണ്ട് അസോൾട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്നു. അതിലൊരാളായിരുന്നു സക്കീന അലി എന്ന അമീർ അലിയുടെ മകൾ. ആ കുട്ടിയെ ആക്രമിക്കുമ്പോൾ കൂട്ടുകാരിയായ ഹരന്റെ സഹോദരിയെയും അമീർ അലി റേപ്പ് ചെയ്യുന്നു.
തുടർന്ന് ഇത് വീഡിയോ ആക്കി ഡ്രൈവിൽ സൂക്ഷിക്കുന്നു. സ്കൈ മാർഷലായ ഹരൺ ഈ സംഭവത്തിന് ശേഷം തന്റെ സഹോദരിയുടെ റിക്കവറിക്കായി കൊച്ചിയിലേക്ക് താമസം മാറ്റുന്നു. എന്നാൽ സക്കീനയുടെ ബ്രദറിനെ അലൻ അറിയാതെ അമർ ഫെലിക്സ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്നു. ഇതറിഞ്ഞ ഹരൺ അമർ ഫെലിക്സിന്റെ സങ്കേതത്തിൽ പോയി അവനെ കത്തിച്ചു കൊല്ലുന്നു. ഈ സമയം അവിടെ എത്തിയ അലീഷ ഇത് നേരിട്ട് കാണുന്നുണ്ടെങ്കിലും പിന്നീട് അപകടം പറ്റി അവർക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നു. അമർ ഫെലിക്സ് കൊല്ലപ്പെട്ടെങ്കിലും ആ പെൺകുട്ടികളുടെ വീഡിയോ ഡ്രൈവിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അലൻ ആ ഡ്രൈവ് അന്വേഷിച്ചു വരുന്നു. തുടർന്ന് ആ ഡ്രൈവ് ഡിവൈഎസ്പി ദിനേശിനെ കൊന്ന ശേഷം കൈക്കലാക്കുന്നു. ചിത്രമാളിന് കൂടാതെ അലൻ ജേക്കബിന് നേരെ സാക്ഷി പറയാൻ 6 പേർ കൂടി ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. പിന്നീട് ഫ്ലൈറ്റിലെ ചിത്രമാളുടെ യാത്രയിൽ സ്കൈ മാർഷലായി ഹരൺ പോവുകയും ആ ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുത്താൻ നോക്കിയ രണ്ടാമത്തെ പെൺകുട്ടിയുടെ അച്ഛനെ ഹരന്റെ ടീം പിടികൂടുകയും ചെയ്യുന്നു. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് പ്രൈവറ്റ് ജെറ്റിൽ യാത്ര ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അലൻ ജേക്കബിനെ ഹരൺ ഫൈറ്റിന് ശേഷം വെടിവെച്ച് കൊല്ലുന്നു. ശുഭം. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.